तो कोई भी लक्ष्य असंभव नहीं होता. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള INS വിക്രാന്തിനെ കുറിച്ചും മെഡിസപ്പിനെ കുറിച്ചും. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടു നോക്കാം. यात्राएं दिगंत है, समंदर और चुनौतियां अनंत है, तो भारत का उत्तर है विक्रांत. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. അതിൻ്റെ നീളവും ഭാരവും ഉയരവും വീതിയൊക്കെ നമുക്ക് നോക്കാം. നീളം എത്രയാണ്? 262 മീറ്ററാണ്. 262 മീറ്റർ 62, വീതി 63 മീറ്റർ, ഭാരം 4.5 കോടി kg അല്ലെങ്കിൽ 40,000 ടൺസ് ആണ്. ഉയരം 59 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 262 മീറ്റർ നീളം, 62 പോലെ തന്നെ 63 വീതി, പിന്നെ ഉയരം 59, ഒരു 60ക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട് അല്ലേ. പിന്നെ എത്രയാ? ഭാരം 4.5 കോടി kg ആണ്, 40,000 ടൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ INS വിക്രാന്ത് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ INS വിക്രാന്താണ്. അപ്പോൾ ഇന്ത്യക്ക് മറ്റ് വിമാനവാഹിനി കപ്പലുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ തന്നെ പ്ലാൻ ചെയ്ത്, ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ INS വിക്രാന്ത് എന്ന് പറയാൻ കാര്യം. ഇനി തദ്ദേശീയമായിട്ട് വിമാനവാഹിനി നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തദ്ദേശീയമായിട്ട് വിമാനവാഹിനി നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആരാ? കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. INS വിക്രാന്ത് നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. CSL ആണ് കേട്ടോ, CSL. ഓക്കെ. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ആണ്, WDB, വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ. വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽശാലയാണ് കൊച്ചി കപ്പൽശാല. ഇമ്പോർട്ടൻ്റ് ആണ്. വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽശാല ഏതാണ്? കൊച്ചി കപ്പൽശാല. തദ്ദേശീയമായിട്ട് വിമാനവാഹിനി നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. എത്രാമത്തെ രാജ്യമാണ്? 6ാമത്തെ രാജ്യം. ഇനി ഇവിടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടുപോവാം. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് INS വിക്രാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിമാനവാഹിനി കപ്പലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇന്ത്യയിലായിരുന്നില്ല നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയാ? HMS ഹെർക്കുലീസ് എന്ന പേരിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു കപ്പലായിരുന്നു കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള INS വിക്രാന്ത്. അപ്പോൾ INS വിക്രാന്ത് R11 എന്ന പേരിലായിരുന്നു അതുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല, ഉപയോഗിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള യുദ്ധക്കപ്പലായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള INS വിക്രാന്ത് R11. അതിനുശേഷം 1997 അത് ഡീകമ്മീഷൻ ചെയ്തു. അതേപോലെ തന്നെ 2014 അത് സ്ക്രാപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ കപ്പലുകളുടെയൊക്കെ ശ്മശാനം എന്നറിയപ്പെടുന്ന തുറമുഖം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ്, ഏത് തുറമുഖത്തിലാണ് കപ്പലുകളൊക്കെ പൊളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നു? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലോ. എവിടെയായിരുന്നു? അലാങ്ങിലാണ് അല്ലേ, അലാങ് ഇൻ ഗുജറാത്ത്. അതും കൂടെ അതിൻ്റെ ഒപ്പം ഒന്ന് പഠിച്ചു പോക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന INS വിക്രാന്തിൻ്റെ R11 അതേ പേര് തന്നെയാണ് ഈ കപ്പലിനും കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്ത്യക്ക് 2 എയർക്രാഫ്റ്റ് കപ്പലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? INS വിക്രാന്തും ഉണ്ട്, അതുപോലെ തന്നെ INS വിക്രമാദിത്യ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് 2 എയർക്രാഫ്റ്റ് കാരിയറാണ് ഉള്ളത്. ഏതൊക്കെയാണ്? INS വിക്രാന്തും INS വിക്രമാദിത്യ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വിമാനവാഹിനി കപ്പൽ. ഇനി എന്താ വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പറന്നുയർന്ന് അവിടെ പോയി യുദ്ധം ചെയ്ത് ബോംബൊക്കെ ഇട്ട് വരാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടെ ദൂരമുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അമേരിക്കയാണെന്ന് വിചാരിച്ചോ. അമേരിക്കയിൽ വരെ നമ്മൾ പോയി വരുമ്പോഴേക്കും നമ്മുടെ ഫ്യൂവലൊക്കെ ചിലപ്പോൾ തീർന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 മിസൈലൊക്കെ നമുക്ക് ഉള്ളൂ എന്ന് വിചാരിച്ചോ. തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് വീണ്ടും ആ മിസൈലൊക്കെ എടുത്ത് തിരിച്ചു പോകേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളും ലിമിറ്റേഷൻസ് ഒക്കെ വരും അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോഞ്ചിങ്ങിനും ലാൻഡിങ്ങിനും ഫ്യൂവലിങ്ങിനും റീഫ്യൂവലിങ്ങിനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഷിപ്പുകളെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ലോഞ്ചിങ്, ലാൻഡിങ്, ഫ്യൂവലിങ്, റീഫ്യൂവലിങ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഷിപ്പുകളെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്.
ചുരുക്കി പറഞ്ഞ വിമാനവാഹിനി കപ്പൽ എന്ന് കേൾക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വിമാനത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ഒന്നല്ല, അതൊരു ഫ്ലോട്ടിംഗ് എയർപോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യുക. കാരണം അത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ലോഞ്ചിങ്, ലാൻഡിങ്, ഫ്യൂലിങ്, റീഫ്യൂലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു എയർപോർട്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സുകളും കൂടെ ഞാനൊന്ന് പറയാം. യുദ്ധവിമാനങ്ങൾക്ക് ഫ്ലൈറ്റ് ഡെക്കിൽ 3 റൺവേ ഉണ്ട് കേട്ടോ. അപ്പോൾ യുദ്ധവിമാനങ്ങൾക്ക് ഫ്ലൈറ്റ് ഡെക്കിൽ 3 റൺവേ, പറന്നുയരാൻ 203 മീറ്ററിൻ്റെയും 141 മീറ്ററിൻ്റെയും 2 റൺവേകളുണ്ട്. വിമാനം ഇറക്കാൻ 190 മീറ്ററിൻ്റെ റൺവേ, CT സ്കാൻ സൗകര്യമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്. കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും സംവിധാനം, ഓക്സിജൻ, നൈട്രജൻ പ്ലാന്റുകളൊക്കെ ഉണ്ട്. മലിനജലം പുനരുപയോഗിക്കാനുള്ള ശുദ്ധജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിനായിട്ട് 3 മെഗാവാട്ടിൻ്റെ 8 ഡീസൽ ഓൾട്ടർനേറ്റർ ഉണ്ട്, ജനറേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 × 8 24 മെഗാവാട്ട് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് 24 മെഗാവാട്ടാണ്. അതായത് ഒരു 20 ലക്ഷം ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജമൊക്കെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലുതാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ 30 എയർക്രാഫ്റ്റ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. 20 യുദ്ധവിമാനവും 10 ഹെലികോപ്റ്ററും. അതിൻ്റെ വേഗത പറയുകയാണെങ്കിൽ 28 നോട്ടിക്കൽ മൈലാണ് കേട്ടോ. അതായത് 51 km/h ആണ് കേട്ടോ. 2 ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലുപ്പമുണ്ട്. അതേപോലെ തന്നെ 1600-ലേറെ പേരെ ഉൾക്കൊള്ളിക്കാനുള്ള ശേഷിയുണ്ട്. 100 ഓഫീസേഴ്സും 1500 നാവികരും. 14 ഡെക്കുകളായിട്ട് 2400 കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം. വിക്രാന്ത് എന്ന വാക്കിന്റെ അർത്ഥം ധൈര്യം എന്നാണ് കേട്ടോ. എന്താണ് ധൈര്യം? ഋഗ്വേദത്തിൽ നിന്നും കടം കൊണ്ട ജയമേ സംയുതി സ്പൃദ്ധ എന്നുള്ളതാണ് ആപ്തവാക്യം. ഇതിന്റെ അർത്ഥം എനിക്കെതിരെ പോരാടുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും. എനിക്കെതിരെ പോരാടുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും. लक्ष्य कठिन से कठिन क्यों न हो, चुनौतियां बड़ी से बड़ी क्यों न हो, भारत जब ठान लेता है तो कोई भी लक्ष्य असंभव नहीं होता. PSC എക്സാമിലൊക്കെ ചോദിക്കുന്ന പോലെ ഒരു പ്രസ്താവന തരത്തിലുള്ള ചോദ്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു ചോദ്യത്തിന് ശേഷം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഇവിടെ 4 പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനുള്ളതാണ് ചോദ്യം കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ വായിക്കാം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. രണ്ടാമത്തെ പോയിന്റ്, നിലവിൽ വന്നത് 2022 ജൂലൈ 1-നാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നാലാമത്തെ പോയിന്റ് നോക്കാം. പദ്ധതി പ്രകാരം എല്ലാ വർഷവും 5 ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. ഇനി ഇതിനകത്ത് ഏതൊക്കെയാ ശരി? ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉം ആണ് ശരി. അതായത് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള മെഡിസെപ്പ് എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നിട്ടുള്ളത് 2022 ജൂലൈ 1-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. എന്നാണ് മെഡിസെപ്പ് നിലവിൽ വന്നിട്ടുള്ളത്? 2022 ജൂലൈ 1-ന്. മൂന്നാമത്തെ പോയിന്റിൽ ഇവിടെ പറഞ്ഞുള്ള യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയല്ല. ഏതായിരുന്നു? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കയറുന്നതായിരിക്കും. മനസ്സിലാക്കി വയ്ക്കുക. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത് നോക്കാം. പദ്ധതി പ്രകാരം എല്ലാ വർഷവും 5 ലക്ഷം രൂപ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 ലക്ഷം രൂപയാണോ? അല്ല, 3 ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും എന്നുള്ളതാണ് ആൻസർ. ഇനി നമുക്ക് മെഡിസിപ്പിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം കേട്ടോ. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അപ്പം കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് കേട്ടോ. മെഡിസെപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ കേരള ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത്? 2022 ജൂലൈ 1-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ശുപാർശ ചെയ്തിട്ടുള്ള കമ്മീഷൻ ഏതാ? CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ശുപാർശ ചെയ്തിട്ടുള്ള കമ്മീഷൻ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. അത് എത്രാമത്തെ ശമ്പള കമ്മീഷനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 10ാമത്തെ ശമ്പള കമ്മീഷനാണ് കേട്ടോ. 10ാമത്തെ ശമ്പള കമ്മീഷൻ. 10ാമത്തെ ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനാരാണ്? CN രാമേന്ദ്രൻ നായരാണ് കേട്ടോ. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, 10ാം ശമ്പള കമ്മീഷൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്കാണ്. ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം. പണരഹിത ചികിത്സ സൗകര്യമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതായത് ക്യാഷ്ലെസ് ചികിത്സയാണ് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ആശ്രിതരായ കുട്ടികൾ ഒഴികെയുള്ള ഗുണഭോക്താക്കൾക്ക് പ്രായപരിധിയില്ല.
പിന്നെ പദ്ധതി പ്രകാരം എല്ലാ വർഷവും 3 ലക്ഷം രൂപയാണ് കേട്ടോ, 3 ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ ഉയർന്ന തുക അനുവദിക്കും. ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉയർന്ന തുക അനുവദിക്കും. ആദ്യത്തെ വർഷത്തിൽ ക്ലെയിം ചെയ്യാത്ത തുകയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വരെ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ 24 മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ കിടത്തുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകും. അപ്പം 24 മണിക്കൂറെങ്കിലും കിടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഇൻഷുറൻസ് പരിരക്ഷ ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ കേട്ടോ. അംഗീകൃത പട്ടികയിൽ 1920 രോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര രോഗങ്ങളാണ്? 1920 രോഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പും ശേഷവുമുള്ള 15 ദിവസത്തെ ചെലവും പദ്ധതിക്ക് കീഴിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 15 ദിവസവും അതിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി കാലാവധി നമ്മൾ പറഞ്ഞിരുന്നു, എത്രയാണ്? ഇൻഷുറൻസ് പദ്ധതിയുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷം. അപ്പോൾ 3 വർഷം, അതേപോലെ തന്നെ ഓരോ വർഷം 3 ലക്ഷം രൂപ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ പ്രീമിയം നോക്കാം. പ്രീമിയം, വാർഷിക ഇൻഷുറൻസ് പ്രീമിയം 6000 രൂപ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം തവണകളായിട്ട് 500 രൂപ വീതം കുറയ്ക്കും. അതായത് ഓരോ മാസവും 500 രൂപ വീതമായിരിക്കും പിടിക്കുന്നത് കേട്ടോ. ഇനി ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപന, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിലെ എല്ലാ സേവന ജീവനക്കാരും, സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാൻഡ് ഇൻ എയ്ഡ് ലഭിക്കുന്ന സർവകലാശാലകളിലെ ജീവനക്കാരും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ശമ്പളം വരുന്ന ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷനേഴ്സ് അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇൻഷുറൻസ് പദ്ധതിയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ്, അതുപോലെ തന്നെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറും ധനകാര്യ സമിതികളുടെ ചെയർമാൻ, 3 വർഷത്തെ പോളിസി കാലയളവിൽ സേവനത്തിൽ ചേർന്ന പുതുതായി നിയമിതരായിട്ടുള്ള ജീവനക്കാർ, ഇതെല്ലാം നമ്മൾ പറഞ്ഞ അതെ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി കേട്ടോ. അനിശ്ചിതകാല ജീവനക്കാർ, പെൻഷൻകാർ, പാർട്ട് ടൈം അധ്യാപകർ, പാർട്ട് ടൈം കൺജിജന്റ് പെൻഷന്മാർ, ഫാമിലി പെൻഷന്മാർ, എക്സ്ട്രേഷ്യ പെൻഷന്മാർ, ഫാമിലി പെൻഷൻകാർ, ഇവർക്ക് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ആപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് ജീവനക്കാരുണ്ട്. അത് ഈ KSEB അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ നമുക്കൊന്ന് വേഗം നോക്കാം. മെഡിസെപ്പ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ്. സർക്കാർ ശമ്പളം വരുന്ന ജീവനക്കാർക്കും അവരുടെ ഫാമിലിക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള മെഡിസെപ്പ്. അത് നിലവിൽ വന്നിട്ടുള്ളത് 2022 ജൂലൈ 1-നാണ്. ശുപാർശ ചെയ്തിട്ടുള്ള കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ CN രാമേന്ദ്രൻ നായർ കമ്മീഷനാണ്. 10ാം ശമ്പള കമ്മീഷനാണ്. 10ാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനാരായിരുന്നു CN രാമേന്ദ്രനാണ്. അതുപോലെ തന്നെ ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഈ ഒരു സ്കീം നിലവിൽ വന്നിട്ടുള്ളത്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് കേട്ടോ. അതറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് വേണമെങ്കിൽ അതിൻ്റെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.